ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളാണ്. നമ്മളോട് നേരിട്ടും വാട്സപ്പ് വഴി മെസ്സേജൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ്. എങ്ങനെയാണ് ഒറിജിനലിന്റെ പെർഫ്യൂമിന്റെ സ്മെല്ല് ഒരിക്കലും കിട്ടൂല, അടുത്തുപോലും ലാസ്റ്റിങ് എത്തൂല എന്നുള്ള രൂപത്തിലുള്ള ഒരുപാട് ആളുകളുടെ സംശയങ്ങളുണ്ട്. അങ്ങനെ സംശയങ്ങളുള്ള ആളുകൾക്ക് ഫലപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പെർഫ്യൂമിന്റെ ലാസ്റ്റിങ് കൂട്ടുന്നത്, എങ്ങനെയാണ് പെർഫ്യൂമിന്റെ ക്വാളിറ്റികളെ ബാധിക്കുന്നത് എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു പെർഫ്യൂം മേക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അത് ഓയിലാണ്. പെർഫ്യൂം ഓയിലിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റി ആയിരുന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. പെർഫ്യൂമിന്റെ സ്മെല്ലുകളെ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതിന്റെ ലാസ്റ്റിങ്ങിന്റെയും പ്രൊജക്ഷന്റെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഇതിൻ്റെയൊക്കെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ് ഫിക്സേറ്റീവ്സ്. അപ്പോൾ ഈ ഫിക്സേറ്റീവ്സുകളുടെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫിക്സേറ്റീവ്സ് വരുന്നത് നാച്ചുറൽ ഫിക്സേറ്റീവ്സുകളും ഉണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് ഫിക്സേറ്റീവ്സുകളും ഉണ്ട്. ഇനി ഈ പറഞ്ഞ ഫിക്സേറ്റീവ്സുകൾ ഉപയോഗിക്കുന്നിടത്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കിടക്കുന്നത്. ഫിക്സേറ്റീവ്സിന്റെ ഉപയോഗം കൊണ്ട് എങ്ങനെയാണ് ഒരു പെർഫ്യൂമിന്റെ ലാസ്റ്റിങ്ങിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിക്സേറ്റീവ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് പെർഫ്യൂം വേപ്പറായി പോകുന്നതിനെ ഒരു പരിധി വരെ തടയാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഫിക്സേറ്റീവ്സ്. ഏതൊക്കെ രീതിയിലാണ് ഫിക്സേറ്റീവ്സ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ നോട്ട്സിന് ഏതൊക്കെ ഫിക്സേറ്റീവ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, ഫിക്സേറ്റീവ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.